വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണമെന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ ചർച്ചകൾ സജീവം. സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പ്രബല വിഭാഗം ആവശ്യപ്പെടുമ്പോഴും സീറ്റ് ആവശ്യം ഉന്നയിച്ച് മറ്റു ചിലർ കൂടി രംഗത്തുണ്ട്. ശനിയാഴ്ച ചേരുന്ന നേതൃയോഗം വിഷയം ചർച്ച ചെയ്തേക്കും. മലപ്പുറത്ത് ആരംഭ ചർച്ചകൾ ലീഗിൽ സജീവമായിരുന്ന സമയത്ത് തന്നെ ഉയർന്നുകേട്ട പേരാണ് വേങ്ങരയിൽ സ്ഥാനാർത്ഥി KPA മജീദ് എന്ന്. 2004 മഞ്ചേരിയിലെ തോൽവിക്ക് ശേഷം പാർലമെന്ററി രംഗത്ത് അവസരം ലഭിക്കാത്ത നേതാവാണ് KPA. അതുകൊണ്ട് തന്നെ മജീദിനെ വേങ്ങരയിൽ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ലീഗിലെ പ്രബല വിഭാഗത്തിന്റെ ആവശ്യം. വേങ്ങരയിൽ KPA മജീദ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും ആഗ്രഹം. മജീദ് മത്സരിക്കാൻ തയ്യാറാകാത്ത പക്ഷം മാത്രം മറ്റൊരാളെ പരിഗണിച്ചാൽ മതിയെന്നാണ് പാർട്ടി നിലപാട്. അങ്ങനെയെങ്കിൽ താനൂരിൽ അടിപതറിയ അബ്ദുറഹിമാൻ രണ്ടത്താണിയോ ജില്ലാ ജനറൽ സെക്രട്ടറി KNA ഖാദറോ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും PK കുഞ്ഞാലിക്കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരന്റെ മകനുമായ PK അസ്ലുവോ സ്ഥാനാർത്ഥിയായേക്കും. ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനമാകും നിർണായകമാകുക. അതേസമയം കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുന്ന പക്ഷം ഒഴിവ് വരുന്ന പാർലമെന്ററി പാർട്ടി നേതാവ് പദവിയിലേക്ക് MK മുനീറിനെ പരിഗണിക്കാനാണ് സാധ്യത. ശനിയാഴ്ച നടക്കുന്ന നേതൃയോഗത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചേക്കും. അതേസമയം വേങ്ങര സീറ്റിനു വേണ്ടി KMCCയും യൂത്ത് ലീഗും ചരടുവലികൾ സജീവമാക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.